ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന വിദേശ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത്. CMD വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22/12/2023 വരെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ ആദ്യം സെൻറ്റർ കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 മുതൽ 3 വർഷത്തെ വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 35,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് സ്റ്റുഡൻറ് കൗൺസിലർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 മുതൽ 3 വർഷത്തെ വരെ എക്സ്പീരിയൻസും കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. മന്ത്ലി സാലറി ലഭിക്കുന്നത് 25,000 രൂപയാണ്. അടുത്തത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഒരു ഗ്രാജുവേഷൻ ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 മുതൽ 3 വർഷത്തെ വരെ എക്സ്പീരിയൻസും കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസിയും കസ്റ്റമർ ഓറിയൻറ്റഡ് ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. സാലറി 20,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ജർമ്മൻ ട്രെയിനർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ ഗോത്തി സർട്ടിഫൈഡും B2 C1 ലെവൽ പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 1 മുതൽ 2 വർഷത്തെ വരെ സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇൻഡസ്ട്രിയിലും ബെസ്റ്റ് സാലറി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് OET ട്രെയിനർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ IELTS-ലുള്ള 8.0 ഓവറോൾ സ്കോറും ആവശ്യമാണ്. കൂടാതെ ടെസോൾ സർട്ടിഫൈഡ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ OET ട്രെയിനറായിട്ടുള്ള 1 മുതൽ 2 വർഷത്തെ വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് സാലറി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് IELTS ട്രെയിനർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. കൂടാതെ IELTS-ൽ 8.0 ഓവറോൾ സ്കോർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ IELTS ട്രെയിനറായിട്ടുള്ള 1 മുതൽ 2 വർഷത്തെ വരെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് സാലറി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഓൺലൈൻ അപേക്ഷ പൂരിപ്പിച്ച് CV സഹിതം അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.